OPNewsന്റെ 61ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്മാർട്ട് ഫോണുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ഫീച്ചർ ചെയ്യുന്ന ചെറിയൊരു സീരീസാണ് OPNews. അപ്പോൾ നമുക്ക് അതിനകത്തെ ഹെഡ്ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. OnePlusന്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് ഫോണുകളായ OnePlus Nord N100ഉം OnePlus Nord N10 5Gയും ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സാംസങ്ങിന്റെ ഗാലക്സി F സീരീസിൽ പുതിയ രണ്ട് ഫോണുകൾ വരുന്നു. സാംസങ് ഗാലക്സി F12ഉം സാംസങ് ഗാലക്സി F12Sഉം. സാംസങ് ഗാലക്സി S21 അൾട്രയുടെ സ്പെക്സിലേക്ക് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ന്യൂസിലോട്ട് ഇടാം. ആദ്യത്തെ ന്യൂസ് OnePlusന്റെ പുതിയ ബഡ്ജറ്റ് ഫോണുകളെ കുറിച്ചാണ്. OnePlus Nord N10ഉം OnePlus Nord N100ഉം. ഇതിലെ OnePlus Nord N10 എന്ന് പറയുന്നത് ഒരു മിഡ് റേഞ്ചർ ഫോണാണ്. OnePlus Nord N100 ആവട്ടെ ഒരു ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ നമുക്ക് നേരെ ആദ്യം OnePlus Nord N10ന്റെ കാര്യം നോക്കാം. OnePlus Nord N10 5G എന്ന് പറഞ്ഞാൽ ഒരു മിഡ് റേഞ്ചർ ഫോണാണ്. നമ്മുടെ ഓൾറെഡി ഉള്ള OnePlus Nordന്റെ താഴെ വരുന്ന ഒരു ഫോണാണ്. OnePlus Nord N10 5G നമുക്ക് ലഭിക്കുന്ന ഒരു 6.5 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ. OnePlusൽ ആദ്യമായിട്ട് ഒരു LCD ഡിസ്പ്ലേ യൂസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു 90 ഹെർട്സിന്റെ LCD ഡിസ്പ്ലേ ആണ്. ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന പ്രൊസസർ എന്ന് പറഞ്ഞാൽ Snapdragon 690 5G എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. നമ്മുടെ Snapdragon 765 5Gയുടെ കുറച്ച് താഴെ നിൽക്കുന്ന ഒരു ചിപ്സെറ്റാണ്. ഒരൊറ്റ വേരിയന്റ് ആണ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു 6GB RAM 128GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള സിംഗിൾ വേരിയന്റ് ആണത്. ഒരു കോഡ് ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. 64 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, 8 മെഗാപിക്സൽ അൾട്രാവൈഡ്, 2 മെഗാപിക്സൽ മാക്രോ, 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസർ. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ 16 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയും ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 4300 mAh ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. 30 വാട്ടിന്റെ വാപ്പ് ചാർജ് 30 എന്ന് പറഞ്ഞാൽ OnePlusന്റെ ഫാസ്റ്റ് ചാർജിങ് സൊല്യൂഷൻ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് OnePlus Nord N100 എന്ന് പറഞ്ഞാൽ ഏറ്റവും ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലും ഒരു LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. അതും ഒരു HD+ LCD ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. ഒരു 6.52 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോൺ പവർ ചെയ്തിരിക്കുന്നത് Snapdragon 460 എന്ന് പറഞ്ഞ പ്രൊസറാണ്. ഇതിൽ നമുക്ക് ഒരൊറ്റ വേരിയന്റിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. 4GB RAM 64GB ഇന്റർണൽ സ്റ്റോറേജ് ഉള്ള സിംഗിൾ വേരിയന്റ് ആണ്. ഇനി നമുക്ക് ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. 13 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ, 2 മെഗാപിക്സലിന്റെ മാക്രോ, 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ. എന്താ ഇതിനൊക്കെ പറയുക. ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 8 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ ഉണ്ട്. 5000 mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്കിത് ലഭിക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് ചാർജ് ഒന്നും ഇതിൽ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെയും വില ഇപ്പോൾ കാണുന്നതാണ്. ഇത് ഇന്ത്യൻ വിലയല്ല, ഇത് യൂറോപ്പിലെ വിലയാണ്. യൂറോപ്പിലും UK-യിലും വിലയാണ് ഇപ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫോണുകളും ഇന്ത്യയിലോട്ട് ഇപ്പോൾ തൽക്കാലം വരുന്നില്ല. ഇപ്പോൾ ഇന്ത്യയിലോട്ട് OnePlus Nord വരെ നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലോട്ട് ഈ രണ്ട് ഫോണുകൾ വരുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്സ്. ഇനിയിപ്പോൾ വരുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. കാരണം നമുക്ക് കമ്പനി ഒഫീഷ്യലായിട്ട് വരണം എന്നുണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന് തന്നെ ഉള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് വെച്ചിട്ട് നമുക്ക് ഇന്ത്യയിലോട്ട് ഈ ഫോണുകൾ വരുന്നില്ല എന്ന് തന്നെയാണ് കൺഫർമേഷൻ ഉള്ളത്. ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ ഇല്ല, അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് മാത്രം. അപ്പോൾ OnePlusന്റെ ഈ പുതിയ രണ്ട് ഫോണുകളെ കുറിച്ച് എന്ത് തോന്നുന്നു കമൻറ്റിൽ അറിയിക്കുക അഭിപ്രായങ്ങൾ. നമ്മുടെ ക്യൂസിൻ്റെ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്യൂസ് ഇതാണ്. ഏതാണ്? സാംസങ്ങിൻ്റെ ഈ ഇടയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്ത ഒരു ഫോൺ ഉണ്ടായിരുന്നു. സാംസങ് ഗാലക്സി F41 എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന പ്രോസസ്സർ ഏതാണ്? 3 ഓപ്ഷൻസ് ആണുള്ളത്. Exynos 9611, Exynos 9610, Exynos 9609. ഏതാണെന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ സാംസങ്ങിൻ്റെ ഫ്ലിപ്കാർട്ടിന് വേണ്ടിയുള്ള ഒരു സീരീസ് ആയിരുന്നു, സീരീസ് അല്ലെങ്കിൽ ഫോണായിരുന്നു സാംസങ് ഗാലക്സി F41 എന്ന് പറഞ്ഞ ഫോൺ. അപ്പോൾ അതൊരു ഫുൾ ഫ്ലെഡ്ജ് സീരീസ് ആയിട്ട് വരാൻ പോവുകയാണ്. അതായത് സാംസങ്ങിൻ്റെ F സീരീസിൽ ഇനിയും കുറച്ച് ഫോണുകൾ വരാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ F സീരീസിൽ അടുത്ത് ഇറങ്ങാൻ നിൽക്കുന്നത് സാംസങ് ഗാലക്സി F12ഉം F12Sഉം ആണ്. നെയിമിംഗ് കണ്ടിട്ട് ഇതൊരു ബഡ്ജറ്റ് ഫോൺ തന്നെ ആവാനാണ് ചാൻസ്. ഏത് ഫോണായിരിക്കും റീബ്രാൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പില്ല. മിക്കവാറും നമ്മുടെ സാംസങ് ഗാലക്സി M11 ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങൾ മാത്രം ചേഞ്ച് ചെയ്തിട്ട് ഫ്ലിപ്കാർട്ടിൽ ലോഞ്ച് ചെയ്യാനായിരിക്കും എന്നാണ് തോന്നുന്നത്. ഈ ഫോണിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോണുകളായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യം അറിയാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ വയ്ക്കുക. അപ്പോൾ സാംസങ് ഗാലക്സി S21 അൾട്രയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു 6.8 ഇഞ്ചിൻ്റെ ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ഇപ്പോഴും ഉറപ്പില്ല, നമുക്ക് നോക്കാം. ഈ ഫോണിൽ നമുക്ക് 108 മെഗാപിക്സലിൻ്റെ സെൻസർ അവിടെ തന്നെ ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ S20 അൾട്രയിലൊക്കെ കണ്ട അതേപോലത്തെ ഒരു സെൻസർ തന്നെയാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ സെൻസർ ആയിരിക്കും ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഫ്രണ്ടിലോട്ട് വരികയാണെങ്കിൽ ഒരു 40 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. 5000 mAh ബാറ്ററി ആയിരിക്കും നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് മാത്രമല്ല വേറൊരു റൂമറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോണിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ്. മിക്കവാറും 120 ഹെർട്സ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടുതൽ റിപ്പോർട്ട്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.
റിയൽമിയുടെ സി സീരീസിലെ അടുത്ത ഫോണായ റിയൽമി C17 വൈകാതെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് വെളിയിലൊക്കെ ലോഞ്ച് ചെയ്ത ഫോണാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് ലോഞ്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നവംബറിൽ തന്നെ ഇതിൻ്റെ ലോഞ്ച് ഉണ്ടാവും. ചിലപ്പോൾ ദീപാവലിക്ക് മുമ്പായിരിക്കും ഇതിൻ്റെ ലോഞ്ച് എന്നാണ് റിപ്പോർട്ട്. ചിലപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നവംബറിൽ തന്നെയാണ് ഇതിൻ്റെ ലോഞ്ച് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്സ്. വിവോ അവരുടെ UI ഫൺ ടച്ച് OSന്റെ പേര് മാറ്റാൻ നിൽക്കുകയാണ്. പുതിയ പേര് ഒറിജിൻ OS എന്നായിരിക്കും എന്നാണ് റിപ്പോർട്ട്. ഇത് ഇറങ്ങാൻ പോകുന്നത് വിവോയുടെ X60 എന്ന് പറഞ്ഞ ഫോണിൻ്റെ കൂടെ ആയിരിക്കും എന്നും റിപ്പോർട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ കുറച്ച് കാലമായി കേൾക്കാൻ തുടങ്ങി റിയൽമിയുടെ വാച്ച് വരുന്നു, റിയൽമിയുടെ സ്മാർട്ട് വാച്ച് വരുന്നു. റിയൽമിക്ക് ഓൾറെഡി ഒരു വാച്ച് ഉണ്ട്, അത് റിയൽമി വാച്ച് എന്ന പേരിൽ. എന്നിരുന്നാലും അതിനെ നമുക്കൊരു സ്മാർട്ട് വാച്ച് എന്ന് വിളിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഒരു സ്മാർട്ട് ബാൻഡ് പോലെ തന്നെ ഒരു സാധനം തന്നെയാണ്. അപ്പോൾ ഇതൊരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് സ്മാർട്ട് വാച്ച് ആയിരിക്കും. അപ്പോൾ 2 മോഡലുകൾ ഇറങ്ങാനുണ്ട്, റിയൽമി വാച്ച് എസും റിയൽമി വാച്ച് എസ് പ്രോയും. അപ്പോൾ ഇത് രണ്ടും ഇറങ്ങാൻ പോകുന്നത് ഈ വരുന്ന നവംബർ 2-ാം തീയതിയാണ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട്സ്. റെഡ്മി നോട്ടിൻ്റെ 4G വേരിയൻറ്റ് ചൈനീസ് സർട്ടിഫിക്കേഷൻ അതോറിറ്റിയായ 3C ലിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഫോണിൽ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു 22.5 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണ് എന്ന് മാത്രമാണ്. ഇത് നമ്മൾ റെഡ്മി നോട്ട് 9 കണ്ട പോലത്തെ ഒരു ഫാസ്റ്റ് ചാർജർ തന്നെ ആയിരിക്കും. നമുക്ക് വേറെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് കിട്ടുന്നില്ല. നമ്മൾ ഇതിനു മുമ്പ് ഉള്ള ന്യൂസുകളിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു റെഡ്മി നോട്ട് 10ൻ്റെ കാര്യം. മിക്കവാറും ഇതിൻ്റെ പേര് റെഡ്മി നോട്ട് 10 ആയിരിക്കില്ല, റെഡ്മി നോട്ട് എക്സ് ആയിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ 10 എന്ന് വായിക്കുന്ന പോലെ. നമുക്ക് കൂടുതൽ ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. റെഡ്മിയുടെ ഏറ്റവും പുതിയ ഫോണായ റെഡ്മി K30S ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റെഡ്മി K30S എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത Mi 10T എന്ന് പറഞ്ഞ ഫോണാണ്. Mi 10T Pro അല്ല, Mi 10T എന്ന് പറഞ്ഞ ഫോണാണ്. വേറെ വ്യത്യാസമൊന്നുമില്ല, പേര് ഷോമി എന്നുള്ള ബ്രാൻഡിങ് മാറ്റിയിട്ട് റെഡ്മി ആക്കി എന്ന് മാത്രം. പക്ഷേ മെയിൻ വ്യത്യാസമുള്ളത് വിലയുടെ കാര്യത്തിലാണ്. നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് വിലയുടെ കാര്യം. ഇപ്പോൾ കാണുന്നതാണ് റെഡ്മി K30Sൻ്റെ ചൈനീസ് പ്രൈസിങ്. സെയിം സാധനത്തിൻ്റെ ഇന്ത്യൻ പ്രൈസിങ് ഇപ്പോൾ കാണുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ ഇതൊരു 37,000 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തത്. പക്ഷേ ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അത്ര വലിയ വിലയൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി ഒരു ചീപ്പസ്റ്റ് സ്നാപ്ഡ്രാഗൺ 865 എന്നുള്ളൊരു ഫോണിൻ്റെ ഒരു എന്താ പറയുക ഒരു ടാഗ് നമുക്ക് ഈ K30Sന് ലഭിച്ചിരിക്കുകയാണ്. ഈ ഫോൺ ഇനിയിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ഒന്നും ഇല്ല, അത് ഓൾറെഡി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഓപ്പൺ ന്യൂസിൻ്റെ എപ്പിസോഡ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണുകൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.